ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ പഴയ ജയചേട്ടൻ്റെയും എല്ലാം കോമഡി ഇരുന്നാണ് നമ്മൾ ഇപ്പോൾ ആസ്വദിക്കും. നമ്മൾ ആ കോമഡി നമ്മളിപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ആക്ഷനും സ്ലാപ്സ്റ്റിക് ആയിരിക്കും, വളിപ്പായിരിക്കും, വായ തോന്നിയായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മളത് ആസ്വദിക്കും. പക്ഷെ ഇപ്പോഴുള്ളൊരു കോമഡിക്ക് ഒരു ഷെൽഫ് ലൈഫ് എന്നൊരു സാധനം ഉണ്ടോ? നമ്മൾ പറയാമല്ലേ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊണ്ടുപോകുന്ന കോമഡികൾ വളരെ കുറവാണ്. അതെ, പടം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരു 10 കൗണ്ടറെങ്കിലും നമുക്ക് മിനിമം ഓർത്തിട്ടുണ്ടോ ആ സിനിമയിൽ? അതെ അതെ, ശരിയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കഥകൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണെങ്കിലും വേറൊരു കഥയാണെങ്കിൽ പോലും അതിനകത്തുള്ള കൗണ്ടറുകൾ കറക്റ്റായിട്ട് നമ്മൾ പറയും അല്ലേ. പക്ഷെ ഇപ്പം അതില്ല. പക്ഷെ അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്, വളരെ ചുരുക്കം. എന്തുകൊണ്ടായിരിക്കും അതെനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞ പ്രേക്ഷകരുടെ അഭിരുചി മാറുന്നതുകൊണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ 2 സെക്കൻഡ്സിലേക്ക് മാറിയില്ല എല്ലാം. അതെ, അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആളുകളുടെ ഫോക്കസ് മാറി. അപ്പോൾ അത്രയും ടൈറ്റ് ആക്കിയിട്ടാണോ ആട് 3 ഇറക്കുന്നത്? അത് ഞാനിനി പറഞ്ഞ ഓവർ എക്സ്പെക്റ്റേഷൻ തന്നു അവന്മാർ എന്നെ എടുത്തിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അത് തികച്ചും ആട് 2 കണ്ടിട്ട് ആട് 3യിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം 2 ടൈം ലൈനിലാണ്, 2 കഥകൾ. ഈ പ്രാവശ്യം നമുക്ക് അതിനകത്തൊരു പ്രോപ്പറായിട്ട് സ്റ്റോറി ഉണ്ട്, ഒരു കഥയുണ്ട് ഈ ആട് 3ക്ക്. അപ്പോൾ അതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെതായ എല്ലാ ടെൻഷൻസും ഈ പറയുന്ന നമ്മുടെ ടീമിന് എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങളെ പേടിച്ചാണോ ഈ ടോക്സിക് മാറ്റിയത്? എന്നെ എടുത്തിട്ട് ഇരിക്കാനുള്ള നോക്കി ദുഷ്ടമാണ് ചേട്ടാ. അത് അവർ മറ്റേ യുദ്ധം കാര്യത്തിലൊക്കെ അതുകൊണ്ട് മാറ്റിയതായിരിക്കുള്ളൂ.